എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പുതുവർഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും നന്മകളും എല്ലാവർക്കും നേരുന്നു. കഴിഞ്ഞുപോയ വർഷത്തിലെ എല്ലാ ദുഃഖങ്ങളും മറന്നുകൊണ്ട് നമുക്ക് പുതുവർഷം നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്പം മധുരത്തോടു കൂടി തന്നെ തുടങ്ങാം അല്ലേ. ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് കേക്കാണ്. ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇത് വളരെ ടേസ്റ്റിയാണ്. അതിനുവേണ്ടി ഞാനിതുപോലെ സ്പോഞ്ച് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്പോഞ്ചിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അത് സാധാരണ വാനില സ്പോഞ്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് ഇതുപോലെ നമുക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. വാനില സ്പോഞ്ചിൻ്റെ ഒക്കെ എപ്പോഴും എല്ലാവരും തന്നെ കാണുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു വീഡിയോ എടുക്കാതിരുന്നത്. അപ്പം ഇത് 3ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വിപ്പിംഗ് ക്രീം ഇതുപോലെ 1.5 കപ്പ് എടുത്ത് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബീറ്റ് ചെയ്ത ക്രീം നമുക്കൊരു 10-15 മിനിറ്റ് സമയത്തിന് ഫ്രിഡ്ജിലേക്കൊന്ന് അടച്ചു വെക്കാം. അപ്പം ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 2 കരിക്കാണ്. അതിതുപോലെ 2 തരത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്, ഇച്ചിരി ചെറുതും വലുതുമായിട്ട്. പിന്നെ കരിക്കിൻ്റെ വെള്ളമാണത്. കരിക്കിൻ്റെ വെള്ളം, പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും ഷുഗറും. അപ്പം ഇത് അതിനകത്ത് ഫില്ല് ചെയ്യാനാണ്. ഇത് നമുക്കൊന്ന് മിക്സിയിലേക്കൊന്ന് അരച്ചെടുക്കണം. അപ്പം ഒരുപാട് മൂത്തതായിരിക്കരുത്, തീരെ അങ്ങോട്ട് ഇല്ലാത്തതായിരിക്കരുത്, കുറച്ച് പഴുപ്പുള്ളതായിരിക്കണം. അപ്പം ഇത് ഇതുപോലെ മിക്സിയിലേക്ക് ഇട്ടിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ കരിക്കിൻ്റെ വെള്ളത്തിൽ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. കുറച്ച് കരിക്കും വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കണ്ടൻസ്ഡ് മിൽക്കാണ്, ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല ഒരു മധുരമായിരിക്കും. അതുപോലെ തന്നെ കരിക്കിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പം നല്ല ഒരു പ്രത്യേക രുചി തന്നെയാണ് കേക്കിന് കേട്ടോ. അത് നന്നായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ. അപ്പോൾ ഇതാ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ അരച്ചെടുത്ത കരിക്കിൻ്റെ പേസ്റ്റാണ്. ഇത് നമ്മുടെ കരിക്കിൻ്റെ വെള്ളം. അതിനകത്തേക്ക് മധുരത്തിന് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കരിക്കിൻ്റെ വെള്ളത്തിന് നല്ല മധുരമുണ്ട്, എന്നാലും കേക്കിൽ ഒഴിക്കുമ്പോൾ അല്പം മധുരം കൂടെ വേണമല്ലോ, അതിന് വേണ്ടി ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പം അത് ഇതിനകത്തേക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് എടുത്ത് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കേക്ക് നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഇതുപോലെ ഒരു ബേസ് വയ്ക്കുക. ബേസിൻ്റെ അടി ഞാൻ ഇത് വെച്ചിരിക്കുന്നത് ഒരു ടിഷ്യൂ പേപ്പർ നനച്ച് വെച്ചിരിക്കുക, ബേസ് നിരങ്ങി പോകാതിരിക്കാൻ വേണ്ടിയേ. ആ ക്രീമിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഐസിങ്ങിന് വേണ്ടിയേ. ബാക്കിയുള്ള ക്രീമിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ട് ആ കോക്കനട്ടില്ലേ, ടെൻഡർ കോക്കനട്ടും അതുപോലെ തന്നെ ക്രീമെല്ലാം കൂടെ കൂട്ടി കണ്ടൻസ്ഡ് മിൽക്കെല്ലാം കൂടെ കൂട്ടി അരച്ചെടുത്താണ്. അത് ഈ ക്രീമിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഡ്രം കോട്ട് ചെയ്യാം. അപ്പം ഡ്രം കോട്ടിന് വേണ്ടി ആദ്യം അല്പം ക്രീം തേച്ചതിന് ശേഷം നമുക്ക് ഒരു ലെയർ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് കരിക്കും വെള്ളത്തിൽ തന്നെ സോക്ക് ചെയ്യാം. കരിക്കും വെള്ളത്തിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ ഏതാണ് നമ്മുടെ ചോയ്സാണ്, ഇഷ്ടമുള്ള ചേർത്ത് കൊടുക്കാം. അപ്പം കരിക്കും വെള്ളത്തിൽ തന്നെ സോക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 2 ആഴ്ചയായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തില്ല. എൻ്റെ കൈ ഇരിക്കുന്നുണ്ട്, അത് പൊള്ളിയതായിരുന്നു. അപ്പോൾ ഇച്ചിരി നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു, ഉണങ്ങി വരുന്നതേ ഉള്ളൂ. അതാണ് കൈക്കൊക്കെ ഒരു ഇങ്ങനെ ഒരു പൊള്ളലിൻ്റെ പാടാണത്. ശരിക്കും ഉണങ്ങിയിട്ടില്ല, ഉണങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് കണ്ടോ, നടുക്ക് ഇങ്ങനെ ഒരു കുഴി പോലെ ആക്കിയെടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച ഈ ഒരു കൂട്ട്, കരിക്കിൻ്റെ കൂട്ട് തന്നെ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റൊക്കെ നമ്മൾ ഗനാഷ് ഒഴിക്കുന്ന പോലെ തന്നെ ഇതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ആ കരിക്കിൻ്റെ ഒരു പ്രത്യേക രുചിയാണ്. പിന്നെ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് കരിക്ക് ഇതുപോലെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക. ഉണ്ടോ, ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ 3 ലെയർ നമുക്ക് തയ്യാറാക്കി എടുക്കണം. അത് ഇതുപോലെ കരിക്കും വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം, നന്നായിട്ട് കുതിർന്ന് വരണേ, അതേപോലെ സോക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ ക്രീം ഇട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ആദ്യം ചെയ്ത ആ ഒരു സ്റ്റെപ്പ് തന്നെ. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ളൊരു കേക്കാണ് ടെൻഡർ കോക്കനട്ടിൻ്റെ. കഴിക്കാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി കഴിക്കുക, വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യണേ. ഇപ്പോൾ നമ്മൾ നല്ല റേറ്റൊക്കെ ഉള്ള കേക്ക് തന്നെയാണിത്. ഇനി ഇതിനകത്തേക്ക് ആ സെയിം പ്രോസസ്സ് തന്നെ അല്പം കരിക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക, കട്ട് ചെയ്തത്.
അപ്പോൾ നമ്മൾ കേക്കൊക്കെ കഴിക്കുമ്പോൾ ആ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരിക്കിൻ്റെ പീസൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ലെയറും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്ത് ഇതുപോലെ സോക്ക് ചെയ്യുക. അപ്പം ഞാനിത് ഡ്രം കോട്ടൊക്കെ ഏകദേശം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഡ്രം കോട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് സമയത്തേന് ഒരു 10 മിനിറ്റ് സമയത്തിന് ഫ്രിഡ്ജിൽ വെക്കുക. അരമണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. നേരത്തെ മാറ്റി വെച്ച ക്രീം ഇട്ടിട്ട് ഐസിങ് ചെയ്യുകയാണ്. കരിക്കിൻ്റെ മിക്സ് നമ്മൾ മിക്സ് ആക്കുന്നതിന് ഐസിങ്ങിന് വേണ്ട ക്രീം എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വേണേ നമുക്ക് കരിക്കിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് കരിക്കിൻ്റെ മിക്സ് വേണ്ട, പ്ലെയിൻ ക്രീം തന്നെ മതിയാവും. അപ്പോൾ ഇതാ എൻ്റെ ഐസിങ് ഒക്കെ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് പിന്നെ തണുപ്പിക്കാൻ വേണ്ടി വെക്കണം. പിന്നെ കരിക്കിൻ്റെ ഒരു ഇളം പച്ച കളറൊക്കെ കിട്ടാൻ വേണ്ടി ഇത് ഓരോരുത്തരുടെ ചോയ്സാണ്. ഞാനിങ്ങനെ ഒരു 2 തുള്ളി പച്ച കളറ് മാജിക്കിൻ്റെ ആണ് ഗ്രീൻ കളറ് ഒഴിച്ച് കൊടുത്തിട്ട് ക്രീമിനകത്തേക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇതൊരു ചെറിയ പച്ച കളറൊക്കെ കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഒരു നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അതൊരു ഭംഗിക്ക് വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ലെവലാക്കി എടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ്. ആ ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാലും മതി, പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ നോസിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതേപോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക് തന്നെയാണ് ടെൻഡർ കോക്കനട്ട് കേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മുകളിൽ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പൈപ്പിംഗ് ബാഗ് ലാസ്റ്റ് എൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ എന്നാൽ വിചാരിച്ചു ഒരു റഷ്യൻ നോസിൽ ഇട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിപ്പം ക്രീം ഇച്ചിരി ലൂസായിപ്പോയി. അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലേ. അപ്പോൾ എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ടൊരു മിൽമ പാലിൻ്റെ കവറിലാണ് ഈ ഡിസൈൻ ചെയ്തത് കേട്ടോ. അതുകൊണ്ടാണ് മുകളിലത്തെ പിന്നെ കാണിക്കാതിരുന്നത്. അപ്പം പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എടുത്താണ്. കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവർ നല്ല കോൺ ഷേപ്പിലുള്ള കിട്ടിയാൽ മതി. പിന്നെ ഞാൻ ഫോണ്ടൻ്റ് വെച്ചിട്ടാണ് ഇതുപോലെ ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതിയിരിക്കുന്നത്. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. അതെങ്ങനെ എടുക്കുന്നതെന്നുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ. ഞാൻ അടുത്ത വീഡിയോയിൽ അത് കാണിക്കാം. അപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. ബൈ ബൈ.